ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റുക, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസും പൂർണ്ണ ആരോഗ്യവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതരം ശ്രേഷ്ഠമാകട്ടെ. ആമേ. ഇത് എന്നെ വിശ്വസിക്കാം. എൻ്റെ മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതരം ശ്രേഷ്ഠമാകും. ഞാൻ രക്ഷപ്പെട്ട എൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഞങ്ങളെ തലമുറയായിട്ട് ഞങ്ങൾ ദൈവജനം എന്നറിയപ്പെടും. നിങ്ങൾക്കറിയാമോ, ഈ വെല്ലൂർ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കിയത് ഐഡ ഇതിൻ്റെയൊക്കെ ജീവചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ എൻ്റെ അച്ഛൻ ഡോക്ടറാണ്. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ മോള് ഇടയ്ക്ക് അവിടെ വന്നതാണ് വെല്ലൂരെ. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ പ്രസവിക്കാനുള്ള പെണ്ണുങ്ങൾക്ക് ഡോക്ടർമാരൊന്നുമില്ല. അപ്പോൾ അവർ ഇങ്ങനെ അപ്പൻ ഡോക്ടറല്ലോ, അതിനെ കയറ്റൂല. അപ്പോൾ ഈ മോളെ കയറ്റി വിട്ടു സഹായിക്കാൻ. ഇതിനൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ കുറേ പെണ്ണുങ്ങൾ മരിക്കണമൊക്കെ കണ്ടു. ഡോക്ടർമാരെ സഹായത്തിന് കയറ്റാൻ പറ്റില്ല, ഡോക്ടർമാരും ഇല്ല. അപ്പോൾ അത് പിന്നെ പോയി മെഡിസിൻ അമേരിക്കയിൽ പോയി പഠിച്ചിട്ട് ഹോസ്പിറ്റൽ ഇന്ത്യയിൽ തുടങ്ങാൻ കാശ് വേണ്ടേ. അപ്പോൾ പിരിവ് ചോദിച്ചിട്ട് ആരും കൊടുക്കണില്ല. അപ്പോൾ ഇങ്ങനെ അമേരിക്കയെ പ്രസംഗിച്ചതാണ്. ഞങ്ങൾ 3 തലമുറയായിട്ട് സുവിശേഷ വേല ചെയ്യുന്നവരാണ്. ഞങ്ങൾ 3 തലമുറയായിട്ട്. അപ്പോൾ അവിടുന്ന് ഒഴുകിയ പൈസ കൊണ്ടാണ് വെല്ലൂർ ഹോസ്പിറ്റൽ ഉണ്ടാക്കിയത്. അപ്പോൾ അവരുടെയൊക്കെ ജീവചരിത്രം, ഇങ്ങനെ ഈ ജീവചരിത്രങ്ങൾ വായിക്കണം. വലിയ അവരൊക്കെ എന്തുമാത്രമാണ് ഇന്ത്യക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് നമുക്ക് വെല്ലൂർ ഹോസ്പിറ്റലിൽ അങ്ങനെ എന്തുമാത്രം ഒത്തിരി ആൾക്കാർ. അതുപോലെ വില്യംകേരിയുടെ ഒക്കെ പുസ്തകം വായിക്കണം. വില്യംകേരി സതി നിർത്തിയത് രാജാ റാം മോഹൻ റായ് ആണെന്നല്ലേ നമ്മൾ ഇങ്ങനെ വിശ്വസിക്കണേ. രാജാ റാം മോഹൻ റായിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചെയ്തത് വില്യംകേരിയാണ്. അതിൻ്റെ എല്ലാം പെട്ടെന്ന് ആ സെക്കൻഡിൽ നിയമം ശരിയാക്കിയത്. ഇത്ര നേരം കൂടെ നിയമം പെട്ടെന്ന് ആക്കുമെങ്കിൽ അത്രയും പെണ്ണുങ്ങൾ അന്നത്തെ കാലത്ത് രക്ഷപ്പെടുമായിരുന്നു. ഈ പെണ്ണുങ്ങളെ കെട്ടുക, മരിച്ചിട്ട് ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ തീയിലേക്ക് ചാടാൻ പറഞ്ഞാൽ ആരും തീയിട്ട് ചാടുമോ? ഏതെങ്കിലും മനുഷ്യൻ ചാടുമോ? എന്നിട്ട് അതുങ്ങൾ തിരിച്ച് ഓടും. അന്നേരം തീയിലേക്ക് കുന്തം കൊണ്ട് കുത്തിയിരുന്ന അങ്ങേർക്ക് ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ വളഞ്ഞിട്ട് അങ്ങേര് ഇതിനെതിരെ നിന്നിട്ട് പുള്ളിക്കാരനെതിരായിട്ട് എല്ലാ ജനവും തിരിഞ്ഞു. ഇങ്ങനെ അവരുടെ ഇങ്ങനെ ആചാരത്തിനൊക്കെ എതിരായിട്ട് നിൽക്കുമ്പോൾ അപ്പോൾ വില്യംകേരി നല്ല മിടുക്കനായ ഒരു ചെറുപ്പക്കാരനെ അതിനെ സപ്പോർട്ട് ചെയ്ത് അവനെ മുന്നിൽ നിർത്തി. അതൊക്കെ പുസ്തകങ്ങൾ വായിക്കണം. വില്യംകേരിയൊക്കെ അനുഭവിച്ചത് ഇന്ത്യയിൽ വന്നിട്ട് ഒന്ന് ഓർത്തൊക്കെ ഒരു ചെരുപ്പൂത്തിയായിരുന്നു. സുവിശേഷം പറയാൻ ഇന്ത്യയിൽ വന്നാൽ ലണ്ടനിലുള്ള ഇങ്ങനെ ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളുടെ കുറേ പേരുടെ പറയാട്ടോ. അതൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ എന്ത് രസമാണ്. ബൈബിൾ വചനം വായിച്ചു തുടങ്ങാവേ. യെശയ്യാ 45:2. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കിയും താമ്രവാതിലുകളെ തകർത്തീരും ബോഡമ്പുകളെ കണ്ടിച്ച് കളയുകയും ചെയ്യുന്നു. ആമേൻ. ഇതെൻ്റെ യേശപ്പൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന കേട്ടോ. ഞാൻ മടിച്ചിക്കോതെ എല്ലായിടത്തും ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യില്ല. ഈ മടിയില്ല. യേശുവിൻ്റെ ഉണർവ് എരിവുള്ളവളാണ്. എൻ്റെ മുമ്പായി ചെന്ന് എല്ലാം നിരപ്പാക്കി എനിക്കെല്ലാം ചെയ്തു തന്നെ എൻ്റെ യേശപ്പൻ. എല്ലാവരും എനിക്ക് വേണ്ടവരെയും തരയും എനിക്ക് അതും ഇതും ഒക്കെ തന്നിങ്ങനെ. നമുക്കെല്ലാവർക്കും അങ്ങനെ കേട്ടോ. നമ്മളെ ഓമനിക്കാനും പുന്നാരിക്കാനും ഓമന പേര് ചൊല്ലി ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൾ തന്നെ. ദൈവം പറയണ വചനം കേട്ടോ. അത് ഏത് ഭാഗത്തെന്ന് പറയുമ്പോഴാണ്, നീ അറിയാത്ത കാലത്ത് നിന്നാൽ ഞാൻ നിന്നെ ഓമന പേര് ചൊല്ലി വിളിക്കുന്നു. നമ്മളതുമെല്ലാം അറിയണം. നമ്മളിങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? എന്നെ ആരും സ്നേഹിക്കാനില്ലേ? ഒന്നുമല്ല. എല്ലാവരും സ്വർഗീയ പിതാവ് സ്നേഹിച്ചാൽ പോരെ. അപ്പോൾ ആ സന്തോഷത്തിലൊക്കെ ഇരിക്കുക, പ്രത്യാശയിലിരിക്കുക. ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെ ഇത് ബനാറസിൻ്റെ സാരിയാണെങ്കിലും ഒത്തിരി സ്റ്റഫ് വ്യത്യാസമുണ്ട്. ഇന്നും കാണിക്കണേക്കാളും ഭയങ്കര ഗ്രാൻഡ് സാരി. അതെ, ബ്ലൂവിൽ ഒരു ആൻറ്റിക് ഇതാട്ടോ. 2200. വലിയ വിലയില്ല, സെയിം വില തന്നെ. 2290. ഭയങ്കര വിലയുടെയാണെന്നല്ല പറഞ്ഞത്. ബ്ലൗസ് പീസ് ഇത്. അത് കാരണം ഞാൻ 2-3 പീസ് എടുത്തുള്ളൂ. 2290 തന്നെയാണ് വിശപ്പാതി. സൂപ്പർ സാരി കേട്ടോ. നേവി ബ്ലൂവിൽ റാണി പിങ്ക് ബ്ലൗസ് പീസും. ഇതിൻ്റെ സ്റ്റഫ് കണ്ടോ, സോഫ്റ്റ്. ഇത് ചോർച്ചറ്റ് പോലെ ക്രേപ്പിലാട്ടോ. ഇത് പൊങ്ങിയ അടിപൊളിയല്ലേ. ഇങ്ങനെ ഒരു ആൻറ്റിക് ചുമുക്കയുടെ ഇട്ടാൽ ഒന്നും വേണ്ട, ഇത് മതി. അടിപൊളി. ഞാൻ ഇതിൻ്റെ വില ഓർത്തിട്ട് ഞാൻ 2 എടുത്തുള്ളൂ. അപ്പോൾ ഇതിന് ഈ വിലയേ ഉള്ളൂ.
തെറ്റ് പറ്റി 2 പീസ് എടുത്തോളൂ. ഇതൊരു ബ്രിക്ക് കളറിലെ ഗ്രീൻ ബ്ലൗസ് പീസ് ആട്ടോ. ഇതാണ് ബ്ലൗസ് പീസ്. ബനാറസിൻ്റെ സൂപ്പർ സംഭവമാണ്. അടിപൊളി സാരിയാണ്. പെട്ടെന്ന് എടുത്തോ. ഇനി നമ്മുടെ ബാംബൂ സിൽക്കിൻ്റെ എപ്പോഴും നമുക്ക് ചിലവാട്ടോ ബാംബൂ സിൽക്ക്. നമുക്ക് എപ്പോഴും പെട്ടെന്ന് കാണിച്ചു കൊടുത്താൽ ആൾക്കാർക്ക് സന്തോഷം, ഗിഫ്റ്റ് കൊടുക്കാൻ നല്ല മൊത്തത്തിൽ നല്ലതാണ് ബാംബൂ സിൽക്ക്. ഇതിന് വിലയും മാറ്റമൊന്നുമില്ല കേട്ടോ. 1590. ബ്ലൗസ് പീസ് പ്ലെയിൻ ആട്ടോ. 1599. നല്ല ഡിസൈനും നല്ല കളേഴ്സും ആട്ടോ. നമ്മുടെ കടയിൽ വരുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ എടുക്കുന്നതാണ് ബാംബൂ സിൽക്ക് പ്ലെയിൻ ബ്ലൗസ് പീസ്. അടിപൊളി സംഭവം ആട്ടോ. ഉള്ളൂ. നല്ല ലൈലാക്കി കളറ്. സൂപ്പർ സംഭവം. പ്ലെയിൻ ബ്ലൗസും. പെട്ടെന്ന് എടുത്തു. പ്രസന്റ് കൊടുക്കാനായാലും നല്ലതാണ്. എന്നാ പാടാന്നറിയാം സാരിയുടെ വീഡിയോയ്ക്ക്. സാരി കളക്ഷൻ എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ടത് കിട്ടാനാട്ടോ. ഒത്തിരി ഉണ്ട് സാരികളൊക്കെ. എനിക്കിഷ്ടപ്പെട്ടത് കിട്ടാൻ ഭയങ്കര പാടാണ്. എപ്പോഴും എല്ലാവരും എന്നോട് ചോദിക്കും, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട മാത്രം കടയിൽ കാണിച്ചാൽ മതിയോ? മറ്റുള്ളവരുടെ വേറെ ടേസ്റ്റ് ആയിരിക്കില്ലേ വേറെയൊക്കെ എടുക്കുന്നത്. പക്ഷെ അങ്ങനെ കൊണ്ടുവന്ന് ആരും എടുക്കില്ല. എനിക്കിഷ്ടപ്പെട്ടതാ നമ്മുടെ കടയിൽ വരുന്നവർക്കും ഇഷ്ടപ്പെടണുള്ളൂ. അതൊരു ഭയങ്കര അതിശയമാണ്. 1599 ഉള്ളൂ കേട്ടോ. ഒരു മനസ്സുള്ളവരാണ് നമ്മുടെ കടയിൽ വന്ന് എല്ലാവരും. സോഫ്റ്റ് സിൽക്കിൻ്റെ സാരി, നല്ലൊരു സാരി കേട്ടോ. എൻ്റെ കസിന് ഇതിൻ്റെ 15,000 17,000 രൂപയുടെ ഈ സെയിം സാരി കൊടുത്തായിരുന്നു. അപ്പോൾ അവരൊക്കെ കണ്ടാൽ ഞെട്ട്. 1390 ഉള്ളൂ. കോൺട്രാസ്റ്റാണ്. മുന്താണിയും ബ്ലൗസ് പീസും കോൺട്രാസ്റ്റാണ്. ബ്ലൗസ് പീസ് ഇതാട്ടോ ബ്ലൗസ് പീസ്. സോഫ്റ്റ് സാരി. എന്ത് രസമാണെന്ന് നോക്കി. 1390 ഉള്ളൂ. അടിപൊളി സാധനമാണ്. നേരെ തിരിച്ച് നമ്മളിങ്ങനെ കോൺട്രാസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ട് ഇവിടെ ബോർഡറൊക്കെ സെയിം വന്നിട്ട് മുന്താണി മാത്രം കോൺട്രാസ്റ്റ് കാണിച്ചിട്ട് കുറേ നാളായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡലായത്. 1390. സഫയർ ഗ്രീനും ലൈലാക്കും. നല്ല സോഫ്റ്റ് സാരി കേട്ടോ. സോഫ്റ്റ് എന്ന് വെച്ചാൽ വേണ്ട, അത്രയ്ക്കും സോഫ്റ്റാണ്. 1390 ഉള്ളൂ. അടിപൊളി ബ്ലൂ, ബനിയൻ പിങ്ക്, റോയൽ ബ്ലൂ. നല്ല റോയൽ ബ്ലൂ. എനിക്കിനി ഒരു റോയൽ ബ്ലൂ സാരി. ഇങ്ങനെ എക്സിബിഷനൊക്കെ ഇല്ലേ, അങ്ങനെ ഒരു എക്സിബിഷന് സാരി മേടിച്ചു. പിന്നെ അങ്ങനെ ഉടുക്കാനൊന്നുമില്ല. പിന്നെ കൊച്ചിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ മംഗലാപുരത്ത് ഫാദർ മുള്ളറിലാവാൻ പഠിച്ച ഒരു സംഭവം തന്നെയായിരുന്നു. അന്ന് പോയപ്പോൾ കൊടുത്തു. ഇനി ഒരു കല്യാണത്തിനെടുത്തപ്പോൾ വണ്ടിയെ കയറിയപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ പിന്നെ ഇറങ്ങിയപ്പോഴത്തേനും സാരി മൂടി പോച്ചോണ്ട വന്ന് ഫുൾ കയറിപ്പോയി. അപ്പം എനിക്ക് ഇല്ല കളർ. സൂപ്പറാട്ടോ. ഒനിയൻ പിങ്ക്, സഫയർ ഗ്രീനും. ഇനി ഡിസൈനർ സാരി. നമുക്ക് ഡിസൈനർ സാരിക്ക് ഭയങ്കര ചിലവാട്ടോ. ഇത് ആലിയ ഭട്ടിൻ്റെ സാരി 999 ഉള്ളൂ. ഇതിൻ്റെ ബ്ലൗസ് പീസ് കണ്ടോ, നല്ല രസം. ഉള്ളപ്പൊടി ഞാനൊരു ഇത് സീക്വൻസ് ഒന്നും അല്ല കേട്ടോ, ഒരു പ്രിൻ്റ് പോലെയാണ്. അല്ല ഇതിങ്ങനെ അങ്ങ് അല്ലേ പെയിൻറ്റിങ് പോലെയാണ്.
ഡിസൈനല്ല, സൂപ്പറാണ്. കൊടുത്താലും ഭയങ്കര ഇതിൻ്റെയൊക്കെ പടം കാണിക്കാൻ പാടാം. പടങ്ങൾ ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ അതാർക്കും ഒരു ഐഡിയ കിട്ടിയാൽ കൊടുക്കുമ്പോൾ ഭയങ്കര രസമുള്ള കേട്ടോ. മൾട്ടി കളറ് 999 ഉള്ളൂ. അടിപൊളി സംഭവങ്ങളാണ്. 999. കുറച്ച് കഴിയുമ്പോൾ ഈ സാരി നമുക്ക് വേറെ എന്തെങ്കിലും ഐഡിയയിലേക്ക് ആക്കുകയൊക്കെ ചെയ്യാം. സ്കേർട്ടൊക്കെ ഇങ്ങനെ ഡബിൾ ഷെയ്ഡൊക്കെ വന്നത് ഭയങ്കര രസമല്ലേ. 999 ഇതാണോ? ഇതാണോ? എന്ത് പറഞ്ഞപ്പോൾ കിട്ടാൻ നോക്കി, കളർഫുള്ളാന്ന് നോക്കി. എല്ലാവരും ഇങ്ങനെ ഒരുപോലത്തെ എടുത്തു. ഒരു ഫങ്ഷന് പോകുമ്പോൾ എന്ത് അലങ്കാരമല്ല, എന്ത് കളർഫുള്ള, അടിപൊളി സൂപ്പർ സംഭവം. ആ പടത്തിന് ഫ്രണ്ടോടെ കാണിച്ചാൽ മറന്നു. നല്ല രസം. ഒരു കളർഫുൾ ഇതിലേക്ക് ഇരിക്കും. 999 വിലയുള്ളൂ. അതൊരു നല്ലൊരു വിലക്കുറവാണ്. അടിപൊളിയാണ്. നല്ല രസമുള്ള സംഭവമാണ് 999. നല്ല രസമല്ലേ? 999. അപ്പോൾ കളർഫുള്ള് കഴിഞ്ഞു. ഇനി നമ്മൾ സോഫ്റ്റ് സിൽക്കിൻ്റെ സാരി. ഇതിൻ്റെ ഒരു വേറെ മോഡൽ നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു. അതിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വേറെ പ്രിൻ്റ് കൊണ്ടുവന്നാണ് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇത് ബ്ലൗസ് പീസ്. ഇത് നമ്മൾ 20,000-30,000 രൂപയുടെ സാരിക്കും കാഞ്ചീപുരം ബ്ലൗസ് പീസ് ഇങ്ങനെ തന്നെ വന്നെ. കോൺട്രാസ്റ്റ് ബുട്ട യെല്ലോയിൽ ഇത് ഇങ്ങനെ ഒട്ടും കനവും ഇല്ല. 999 ഉള്ളൂ കേട്ടോ. അടിപൊളി സാരി, അടിപൊളി. ഇത് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഒതുങ്ങിയിരുന്നു. ഇത് നേരെ തിരിച്ച് നേരെ തിരിച്ച് 999 വിലയുള്ളൂ കേട്ടോ. നല്ല കളർ ചാർട്ടുകളാട്ടോ. ഗ്രീനും ബ്ലൂ. നല്ല നമുക്കൊരു ഫങ്ഷനോ നല്ല കളർഫുൾ സംഭവം. ഒരു വെറൈറ്റി. ഇപ്പം ഒന്നും ഇങ്ങനത്തെ കാണാറില്ലല്ലോ. ഈ വിലയ്ക്ക് നല്ലതല്ലേ. അടിപൊളി. ഇതൊക്കെ ഉടുത്തിങ്ങനെ അങ്ങ് നിൽക്കണം. കുറേ സാരി ഉടുത്ത് കാണിക്കാൻ എങ്ങനെ പറ്റും? ഒരു സാരിയുടെ വീഡിയോ ഒരു സൈസ് മാത്രമൊക്കെ കാണിക്കണമെങ്കിൽ ഉടുത്ത് നിന്നിട്ട് ഇങ്ങനെ വീഡിയോ പിടിച്ചിട്ടാലും. എനിക്കാണെങ്കിൽ ഒരു ടൈപ്പ് മാത്രം കാണിക്കാൻ താല്പര്യവും വന്നില്ല. ശരിക്കും അങ്ങനെയൊക്കെ ലാഭം. ഒരു പീസ് തന്നെയൊക്കെ കാണിച്ച് ആർക്കറിയാം. നമ്മുടെ സ്റ്റൈൽ ഇങ്ങനെ ആയി പോയില്ലേ. 999. നമ്മുടെ ഓണസദ്യ രാജീയമായിട്ട് സദ്യ പോലെയായി. 5-8 കൂട്ടം. നമ്മുടെ കാന്താവർക്കിൻ്റെ എന്ത് രസമല്ലേ യെല്ലോ കളറ്. ഇതിപ്പോൾ ഇങ്ങനെയാന്ന് നോക്കി. സൂപ്പറായിട്ട് യെല്ലോ കളറ്. ബ്ലൗസ് പീസ് വന്നത് പ്ലെയിൻ വന്നിട്ട് അരികത്ത് ഇങ്ങനെ ബോർഡറും വരും. ഇതിപ്പോൾ ഇങ്ങനെ എത്ര 1199 ഉള്ളേ. യെല്ലോ ഒരു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ്. അത് യെല്ലോയുടെ വേറൊരു കളർ ഡിസൈൻ. ഇവിടെ ഉള്ളപ്പടി ഇങ്ങനെയാണ്. മുന്താണി തിക്കായിട്ട് കൈ കൊണ്ട് തുന്നിയേക്കണതാട്ടോ. എന്തോരു സമയം വേണമെന്നൊന്ന് ചിന്തിച്ച് നോക്കുക. ഇതൊക്കെ നമ്മുടെ ഒരു ശരിക്കും കണ്ട ഒറിജിനൽ സിൽക്ക് പോലെ ഇല്ലേ നോക്കിയാൽ. ഗ്ലോയും ഇതും ഒക്കെ നല്ല
നല്ലതായിട്ട് ഉടുത്ത് കണ്ടാലും ഒരു അതല്ലോ, ഇത് എപ്പോഴും കാണിക്കണം നമ്മൾ. ഇത് അതുപോലെ എപ്പോഴും വിറ്റ് പോയിട്ടല്ലേ ഈ സംഭവം. പിന്നെയും പിന്നെയും ഇത് ഇങ്ങനെ ചിലവാകണമെങ്കിൽ ഇത് നമുക്ക് ചിലവാകണ കാരണമല്ലേ. എന്തുകൊണ്ടാണ് ചിലവാകണേ? ഒരാൾ ഉടുത്ത് കാണുമ്പോൾ ഭയങ്കര ഭംഗിയെന്ന് തോന്നുമ്പോൾ വേറൊരാളും എടുക്കും. അങ്ങനെയാണ് ഒരു ഫാഷൻ ഇങ്ങനെ ഉണ്ടാകണത്. നല്ലതാകുമ്പോൾ 1199 വിലയുള്ളൂ. ദൈവന്ന് വേറെ ഒരല്ലോ എന്ത് കളറാല്ലേ, എന്ത് ഭംഗി. മാമ്പഴം, മാമ്പഴം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൽ വെള്ളം കണ്ടിട്ടല്ലേ മാമ്പഴ കളർ. എനിക്കിങ്ങനെ പഴമൊക്കെ തിന്നിട്ടാന്നൊക്കെ എല്ലാവരും പറയും, എപ്പോഴും നേർക്കട്ടെന്നൊക്കെ പറഞ്ഞ്. ദൈവമേ, പഴം തിന്നാത്ത ജീവിതമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി എന്നെ തിന്നൂന്ന് നോക്കാം. വിശക്കണേനൊന്നും ഒരു കുറവും. ബേജ് കളർ എപ്പോഴും ചോദിക്കും, അമ്മ എന്തോരും അമ്മയെ തിന്നണേന്ന്. എന്ത് പറഞ്ഞാലും അവൾക്ക് തിന്നാനൊന്നും പറ്റൂല കേട്ടോ. അമ്മയ്ക്ക് പിന്നെ വണ്ണം വയ്ക്കാണ്ടിരിക്കുമോ? അമ്മ എന്തോരം ഫുഡാണ് കഴിക്കണേന്ന്. ഇരിക്കാൻ പറ്റൂല. അവള് കണ്ടുപിടിച്ചാൽ ചോദിക്കണം. എനിക്ക് ദേഷ്യം. ഞാൻ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എങ്കിൽ രാവിലെ മുതൽ ഒന്നും കഴിക്കാണ്ടിരിക്കും. ഒത്തിരി തിന്നാലോ, പല വെറൈറ്റി ആണല്ലേ. നമ്മളെ നല്ല രുചിയും വരില്ലേ. പിന്നെ തിന്നിട്ടല്ലോ ഒരു കല്യാണത്തിന് പോകുമോ? ഞാൻ കല്യാണത്തിന് പോകുമ്പോൾ രാവിലെയും കഴിക്കില്ല. എന്നിട്ട് ഉച്ചയ്ക്ക് എന്നിട്ട് രാവിലത്തെ ഉച്ചത്തേക്കൂടെയുള്ള പല സാധനം എല്ലാം തിന്ന് വയറിങ്ങനെ എത്രയാകും. അങ്ങനെ നമുക്ക് തിന്നാൻ കിട്ടാഞ്ഞിട്ടൊന്നുമല്ല. ഇവരൊക്കെ ചിരിക്കുക അങ്ങനെ. പിന്നെ എന്തിനാ കല്യാണത്തിന് പോണേ? അവരെയും കണ്ട് സദ്യം കഴിക്കാനല്ലേ. ഞാനങ്ങനെ പോവാം. അപ്പോൾ അവള് ഞെട്ടിപ്പോവുക. പലതെല്ലാം കൂടെ തിന്നണ ബേ. 1199 ഡിസൈൻ വ്യത്യാസമുണ്ട്. ഉള്ളിലത്തെ ഡിസൈൻ ഇങ്ങനെ. പണ്ട് എൻ്റെ അമ്മച്ചി പറയും കേട്ടോ, എപ്പോഴും എനിക്ക് പൂഴച്ചക്കപ്പഴ ഇഷ്ടപ്പെട്ട ആണ്. പൂഴച്ചക്കപ്പഴയില്ലേ, വരിക്കല്ലേ എല്ലാവരും തിന്നോളൂ. അപ്പോൾ ഈ അയൽക്കാർക്കൊക്കെ എന്നാ തൊഴിലെന്നറിയാമോ? അവരൊക്കെ വീട്ടിൽ ചക്കപ്പഴം തിന്നാനേ അല്ല പണ്ടത്തെ കാലത്തെ. എവിടെ വീടുകളിൽ ചക്കപ്പഴം പൂഴച്ചക്കപ്പഴം പണ്ട് വിളിയ കുഞ്ഞോളേ വിളിയോട് എൻ്റെ അമ്മച്ചി പറയേ, നിന്നോട് നാട് മുഴുക്കൊരു പൂഴച്ചക്ക ഇഷ്ടമാകും. നാടോ ഇല്ലാണ്ട് നടക്കുവാന്ന് പറഞ്ഞാൽ പൂഴച്ചക്ക ഇഷ്ടമാണെന്ന് പറഞ്ഞു. നിനക്ക് നാട് മുഴുക്ക നടക്കേണ്ട കാര്യമുണ്ടോ? വീട്ടിലോ വേണ്ട ചക്കയുണ്ട്. ഇവിടെ അയൽക്കാരുടെ വീട്ടിലോട്ട് തിന്നാൻ പോകേണ്ട കാര്യമുണ്ടോ? അവിടെ വന്നാൽ ആരും അന്നത്തെ കാലത്ത് പൂഴച്ചക്കപ്പഴം തിന്നില്ല. അല്ല ചക്കയുടെയൊക്കെ ഉണ്ടാക്കുള്ളൂ. അവിടെ പോയി അത് തിന്നിട്ട് പോയി. നല്ല ഗ്രീൻ, അടിപൊളി ഗ്രീൻ കേട്ടോ. ഇതാ ഭംഗി. ഇത് അതിൻ്റെ ലൈറ്റ് ഗ്രീൻ. സൂപ്പർ. ബ്ലൗസ് പീസ് എല്ലാം പ്ലെയിൻ ആണ്. പ്ലെയിൻ്റെ അരികത്ത് ഇങ്ങനെ വർക്കും വരും. ഒത്തിരി രസമുള്ള കളേഴ്സൊക്കെ അല്ലേ. ഒത്തിരി കളർക്ക് ചാട്ട് വന്നിട്ടുണ്ട്. എന്തോരം കളേഴ്സാണ് വന്നേക്കണേന്ന് നോക്കാം. ഒട്ടും കനവും ഇല്ല കേട്ടോ. അതൊക്കെയാണ് ഇതിൻ്റെ 1199 ഉള്ളൂ. എൻ്റെ അമ്മേ, ഇതിൻ്റെ മുന്താണിയത് വർക്ക് ചെയ്ത് വെച്ചേക്കാൻ നോക്കി. ഇത് ഇതൊരു രസമുള്ള യെല്ലോ ഒക്കെ അല്ലേ. ഈ യെല്ലോ ക്രേസാണ്, യെല്ലോ ഓറഞ്ച്. എനിക്ക് ഡ്രസ്സിനേക്കാളും കൂടുതൽ ഇഷ്ടം മെറ്റീരിയലിനേക്കാൾ ഇങ്ങനെ കളറാണ്. ഇങ്ങനെ ഈ കളർ ഇങ്ങനെ ഇതൊക്കെ ഭയങ്കര ക്രേസാണ്. ഞാൻ ഭയങ്കര എന്ത് രസമായി കളർ. ഇങ്ങനെ നമ്മൾ ഡൈ ചെയ്യിക്കാൻ സിൽക്കൊന്നും കിട്ടണില്ല നമ്മളെ. എന്നിട്ട് ഹാൻഡ് വർക്കൊക്കെ ചെയ്യിക്കാറും. കറക്റ്റ് കളർ കിട്ടണം. ആഷ് നല്ല കേട്ടോ. ആഷ് ഇനിയുണ്ട് ഇതിൻ്റെ കളറ്. ഇത് നമ്മൾ ഒരു പ്രാവശ്യം വീഡിയോ ഇട്ട് ഒറ്റ പീസിലാണ്ട് തീർന്നു കാരണം റീസ്റ്റോക്ക് ചെയ്താൽ ഡിസൈൻ ഇച്ചിരി വ്യത്യാസമുള്ളതായിരിക്കും. 999 ഈ വിലയ്ക്ക് ഇത് സൂപ്പർ ഹിറ്റാണ്. പ്ലെയിൻ ബ്ലൗസ് പീസ്. പ്ലെയിൻ അല്ല ബ്ലൗസ് പീസ്. ബ്ലൗസ് പീസിൽ ഈ വർക്കൊക്കെ ഉണ്ട് കേട്ടോ. 999 ഉള്ളൂ. പെട്ടെന്ന് തീരും കേട്ടോ. കഴിഞ്ഞ ഓണം ഒറ്റ പീസ് കിട്ടിയില്ല. അപ്പോൾ റീസ്റ്റോക്ക് വന്നതാണ്. നല്ല കോൺട്രാസ്റ്റും കേട്ടോ. ഇതിൻ്റെ അകത്തുള്ള വർക്കിൻ്റെ കോൺട്രാസ്റ്റ് ബ്ലൗസ്. 999 ആണ്. ഇതാട്ടോ, അടിപൊളി സംഭവമാണ്. അതിൻ്റെ ഒരു ചെറിയ ഡിസൈൻ വ്യത്യാസം.
എനിക്ക് വ്യത്യാസവും $999 കേട്ടോ ബ്ലൗസ് പീസ്. നല്ലൊരു സാരി കേട്ടോ ഈ വിലയ്ക്ക്, ഒരു അസറ്റ് തന്നെ. ഇതെടുത്തായിരുന്നോ ഇത്? നല്ല ഫോട്ടോയ്ക്ക് നല്ലപോലെ എടുക്കണേ. ഞാനിവിടെ കല്യാണം ഒരുങ്ങാൻ വരുമ്പോൾ എല്ലാവരുടെയും കല്യാണ പെങ്കൊച്ചിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കും. എന്നിട്ട് അവർക്കിടെ ഏറ്റവും നല്ല ഫോട്ടോ അവർ സ്റ്റുഡിയോക്കാരെടുത്ത് കൊടുക്കണേക്കാളും നല്ലത് തന്നെയായിരിക്കും, ഞാൻ എടുത്ത് കൊടുക്കണേക്കും. ഇനി എൻ്റെ ഒരു കസിൻ സ്വപ്നയുണ്ട് കേട്ടോ. എൻ്റെ യേശപ്പ എൻ്റെ കസിൻ ബ്രദർ കെട്ടിക്കൊണ്ട് വന്ന സ്വപ്ന എടുക്കണ ഫോട്ടോയും വീഡിയോയും. ഓ എന്തൊരു ഭംഗി! സ്വപ്നയ്ക്ക് ഇതൊരു പ്രത്യേക കഴിവാണ്. നമ്മൾ നമ്മുടെ തന്നെ ഫോട്ടോയിൽ ടൂറൊക്കെ പോകുമ്പോൾ എടുക്കുകയുള്ളൂ. സ്വപ്ന ആ ഗ്രൂപ്പിൽ ആരൊക്കെ പോകുന്നുണ്ട് അവരുടെ വിവിധ സൈസിൽ ഇരിക്കണ ഫോട്ടോസ് ഉണ്ട്. എൻ്റെ ദൈവമേ, ഒരു അത് കോമഡി ആയിട്ടും നമ്മളൊരു 10 വർഷം മുമ്പ് ടൂർ പോയതിൻ്റെ എന്തെങ്കിലും കോമഡി ആയിട്ടുള്ളതും എടുത്ത് കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കും. മര്യാദയ്ക്ക് ഇരുന്നില്ല ഈ ഫോട്ടോ ഞാൻ പ്രസിദ്ധീകരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രസമാണ് സ്വപ്നയുടെ കാര്യം. കാരണം സ്വപ്നയില്ലെങ്കിൽ ടൂർ പോയ ഒരു രസമില്ല. ഫോട്ടോ ആരെടുത്ത് തരും? നമ്മളെടുക്കണ പോലെയൊന്നുമല്ല. എന്നാ ഒരു എക്സ്ട്രാ കഴിവാണോ, യേശുപ്രാൻ കൊടുത്ത കഴിവാട്ടോ. ബ്ലാക്കും ലൈലാക്കും അടിപൊളി അടിപൊളി. ഓ ഇതിനെ ഇത്രയും കളറുണ്ടോ? ഇങ്ങോട്ട് ഒത്തിരി കളറ്. എനിക്ക് ഒന്നും കിട്ടിയില്ലെന്ന് വേണ്ട, എല്ലാ കളേഴ്സും ഉണ്ട്. ഇനി ഉണ്ടോ കളറ്? ഇതൊക്കെ കാണിച്ചതല്ലേ? അതെയോ? ഇത് തന്നെയായിരിക്കും, ഈ യെല്ലോ തന്നെയായിരിക്കും ബ്ലൗസ് പീസ്. അടിപൊളി സാരിയാണ് ഈ വിലയ്ക്ക്. ഇതതിൻ്റെ ഇച്ചിരി ഡിസൈൻ വ്യത്യാസം. ഈ എല്ലാവരും ഈ യെല്ലോ ചോദിക്കും, മീനും യെല്ലോയുടെ. അത് കാരണം എടുത്ത് കാണിച്ചതാണ്. $999 ഉള്ളൂ കേട്ടോ വില. ഒരു വലിയ അനുഗ്രഹം, നല്ല സാരിയാണ്. ഇനി നമുക്കൊരു പ്യുവർ കോട്ടൺ സാരി. ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ രത്തൻ ടാറ്റേനെ ഫോളോ ചെയ്യും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു രത്തൻ ടാറ്റ ഇങ്ങനെ ഒരാളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക. അത് ആ മാട ഇട്ടേക്കണ സാരി കൊടുത്തേക്കണ ഇങ്ങനത്തെ ഒരു ചുമ്മാ കോട്ടൺ സാരി $599. അപ്പം ഞാനോർക്ക് ദൈവമേ നമ്മുടെ ഇങ്ങനത്തെ ഒരു കോട്ടൺ സാരി കൊടുത്തോട്ടെ. അല്ല അവർ കാഞ്ചീപുരം എടുത്ത് പ്രദർശിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അവർ ടാറ്റ ഫാമിലി അവർ തന്നെയാണെന്ന് തോന്നണം. യേശപ്പ ഇല്ലാത്തവർക്കല്ലേ പ്രദർശിപ്പിക്കേണ്ട കാര്യമുള്ളൂ. അവർക്കൊക്കെ ഇപ്പം ഡ്രസ്സിലും സ്വർണ്ണത്തിലൊക്കെ കാണിക്കേണ്ട കാര്യമില്ല. അങ്ങനെ കോട്ടൺ സാരി എന്ന് പറഞ്ഞ ഒരു രാജകീയമായിട്ട് എല്ലാവരും കൊണ്ടു നടക്കുന്ന സംഭവമല്ലേ. ഉടുക്കാൻ ഭയങ്കര സുഖമല്ലേ, ചൂടുമൊന്നുമില്ല. പിന്നെ സാരി ഉടുത്താൽ ഇങ്ങനെ ഇടയ്ക്ക് വയറിൻ്റെയും കൂടെ ഒരു കാറ്റും കയറും. അല്ലെ പണ്ട് അങ്ങനെയല്ല ചൂട് കാലത്തൊക്കെ. പണ്ട് നമ്മുടെ സാരി എന്നൊക്കെ പറയുന്നത് ചൂട് നമുക്കുടെ നാട്ടിലെ കാലാവസ്ഥ അനുസരിച്ചുള്ള ഡ്രസ്സിങ്ങാണ്. അപ്പോൾ ഭയങ്കര ചൂടൊക്കെ വരുമ്പോൾ പണ്ടൊക്കെ മുണ്ടും ബ്ലൗസും ഒക്കെ എല്ലാവർക്കും. ഈ അടിപൊളി ഒരു സാരിയാണ്. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഒരു ലിനൻ സാരിയാണ്. ബ്ലൗസ് പീസൊക്കെ ഗ്രാൻഡാട്ടോ. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇത് ഇങ്ങനെ വരും. 650 രൂപയുള്ളേ. സൂപ്പർ സംഭവം. ഇതിൻ്റെ കുറേ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടമാണ്. ലിനൻ സാരി എന്ന് വെച്ചാൽ സെമി ലിനൻ ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് ഇത് ലൈറ്റ് ആഷ് പ്രിൻ്റ് ഇങ്ങനെ 650 രൂപയുള്ളേ. നല്ല കളർ ചാർട്ടുകളാട്ടോ. ഇത് എന്ത് രസമല്ല കാണാൻ. എല്ലാത്തിനും വില ഇതേ ഉള്ളൂ, 650 രൂപയുള്ളൂ.
ഇത് ഇത് ഇതാട്ടോ ബ്ലൗസ് പീസ്. എല്ലാം നല്ല മനോഹരമായ വെറൈറ്റി ബ്ലൗസുകളും വില വെച്ച് നോക്കുമ്പേ അടിപൊളി സംഭവങ്ങളാണ്. ഒത്തിരി ഉണ്ട് കേട്ടോ, പല പല വെറൈറ്റി ഡിസൈൻസ്. കനവും ഇല്ല, 650 രൂപയേ ഉള്ളൂ. ഇതാട്ടോ ഇതിൻ്റെ ബ്ലൗസ്. എല്ലാം നല്ല സാരികളാണ്. ഇത് രസം, നല്ല രസം. ബ്ലൗസ് പീസ് ഇത് 650 രൂപയെ. നിങ്ങൾ പാളയം PC സിനിമ ഉണ്ടോ? നല്ല സിനിമയാട്ടോ, കാണാൻ മറക്കരുത്. സിനിമയുടെ ഇതുകൂട്ട് കാണിക്കാൻ എൻ്റെ ഫോണെടുത്ത് വന്ന് കാണിക്കായിരുന്നു സിനിമയുടെ ഇത്. നല്ല കളർ. ഇതിൻ്റെ ബ്ലൗസായിരുന്നു ഞാൻ തപ്പിക്കൊണ്ടിരുന്നത്. ഇതിൽ നല്ല ആശയം. ഇതിൽ ഏതാ? കുഞ്ഞ ഡിസൈൻ. 650 രൂപയുള്ളൂ. കനവുമില്ല, സോഫ്റ്റ് സംഭവം. ഇതെടുത്തോ. ബ്ലൗസ് പീസ്. ഇത് അടിപൊളി സാരികളാണ്. അപ്പോൾ ഇട്ടിട്ട് പോലെ ഞങ്ങളുടെ സമ്മാനം 1000 രൂപയുടെ ഇഷ്ടമുള്ളത് എടുക്കാം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ഇടണം. ഈ ഓർഡർ ത്രൂ നമ്പറിലേക്ക് ഷെയർ ചെയ്യണതിൻ്റെ അങ്ങനെ ഇട്ടേച്ചാൽ മതി. ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ, ഇൻസ്റ്റയിൽ. ഇതെല്ലാം യേശുപുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ സമ്മാനം കിട്ടും. അതുകൂടാതെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുപുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.